ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലേഡി സൂപ്പർ പവറുള്ള ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് കല്യാണി പ്രിയദർശനും 90കളിൽ മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം മനസ്സ് കീഴടക്കിയ ഒരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ അഭിനയവും ഇപ്പോഴത്തെ കല്യാണിയുടെ നീലി, അതായത് ഗംഗയും നീലിയും തമ്മിൽ എന്തോ ഒരു കമ്പാരിസൺ ഉള്ളതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഇതിനെക്കുറിച്ച് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് എന്താണ് അഭിപ്രായമെന്ന് നമുക്ക് ചോദിക്കാം. കല്യാണിയുടെ അഭിനയം മണിച്ചിത്രത്താഴിലെ ശോഭനയായിട്ട് എന്തെങ്കിലും താരതമ്യമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. ആണോ? അല്ല, അതിൽ നാഗവല്ലിയായിട്ടും ശോഭന വരുന്നുണ്ട്. ഇതിൽ കല്യാണിയുടെ അഭിനയം തമ്മിൽ എന്തെങ്കിലും ഒരു അങ്ങനെ തോന്നിയില്ല എനിക്ക്. അങ്ങനെ തോന്നിയില്ല. രണ്ടും രണ്ടാണോ? രണ്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് കുറെ കൂടെ നന്നായിട്ട് കല്യാണി മാഡത്തിൻ്റെ അഭിനയം നല്ലോണം ഇഷ്ടപ്പെട്ടു. ശോഭനയുടെ ഇഷ്ടമാണ്. അല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു ഗംഗയെ വെല്ലുന്നതാണോ കല്യാങ്കാട്ട് നീലി എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ട് രീതിയിലും മികച്ചതാണ്. ഏതാ മോക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇപ്പോൾ ലോകയാണ് ഇഷ്ടപ്പെട്ടത്. ലോക തകർത്തു. എന്തെങ്കിലും ഉണ്ടോ? അതായത് നാഗവല്ലിയായിട്ട് ശോഭന അഭിനയിച്ച ഇല്ല, ഒരു ബന്ധമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ശോഭനയുടെ നാഗവല്ലിയും ഇതിലെ നീലിയും തമ്മിൽ എന്തോ ഒരു കമ്പാരിസൺ ഉണ്ടെന്ന്. അങ്ങനെയൊന്നുള്ള ഇതല്ല. ഇതിപ്പോ നീലി കല്യാങ്കാട്ട് നീലി എന്നുള്ള ആ രീതിയിലുള്ള കഥാപാത്രമായിട്ട് തന്നെയാണ്. അത് രണ്ടും ഒരു സാമ്യം ഇല്ലല്ലോ. ഏതാ നല്ലത്, ഗംഗയാണോ? അല്ല, ഇത് തന്നെയാണ് ഇപ്പൊ. ആണല്ലേ? നാഗവല്ലിയായിട്ട് ശോഭന അഭിനയിച്ചു. ഇതില് ലോകയില് നമ്മുടെ കല്യാണി നീലിയായിട്ട് രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് തോന്നിയത്? ശോഭന തന്നെയാണ്. ഈ രണ്ട് സിനിമയും തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ട് തോന്നിയായിരുന്നു. കാരണം നമ്മുടെ നാഗവല്ലിയുടെ ഒരു സീനും സണ്ണി, നമ്മുടെ മോഹൻലാൽ ഡോക്ടറായിട്ട് വരുന്നത്, അതുപോലെ സണ്ണി നമുക്ക് വേണമെങ്കിൽ നസ്ലിനെ എടുക്കാം. അപ്പൊ ഇങ്ങനെ പുറത്തു നിന്നുള്ളൊരു സീനുണ്ട്. അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അകത്തൊരു സീനിൽ ഇവളിങ്ങനെ സംസാരിക്കുന്ന വോയിസ് മോഡുലേഷൻ വേറെയാണ് കല്യാണി പ്രിയദർശൻ. അത് നമുക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു റിസംബ്ലൻസ് തോന്നും. ശോഭനയും ഇവളും തമ്മിൽ, കല്യാണി പ്രിയദർശനും തമ്മിൽ അഭിനയമാണ് നീലിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? അങ്ങനെ ഒന്നും തോന്നിയില്ലായിരുന്നു. കാരണം രണ്ടും രണ്ട് ടൈപ്പാണ്. അത് പണ്ട് കാലത്തുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതല്ലല്ലോ. നമുക്കിപ്പോ ഒരു പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാണ് യക്ഷി കഥകളൊക്കെ യക്ഷിയല്ല, ആ ഒരു ടൈപ്പ് ഇതാണ്. പക്ഷേ നമ്മുടെ കല്യാണി പ്രിയദർശൻ ഇന്നത്തെ കാലത്തിലെ ആ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്, ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ഗംഗയെ വെല്ലുന്ന അഭിനയം അല്ല, അല്ലെങ്കിൽ ഗംഗയെ വെല്ലുന്ന ഒരു ഇതൊന്നും അല്ല നീലി. അങ്ങനെ വെല്ലുന്നതല്ല, രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ്. ശോഭന രണ്ട് കാലഘട്ടത്തിലുള്ള സിനിമയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. കല്യാണിയും നല്ല അടിപൊളിയായിരുന്നു. രണ്ടുപേർക്കും കൊടുത്ത വേഷങ്ങൾ ഭംഗിയായിട്ട്. സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് ശോഭനയുടെ മണിച്ചിത്രത്താഴിന്റെ വെല്ലുന്നതാണോ ഇപ്പോഴത്തെ കല്യാണിയുടെ നീലി എന്നാണ് ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടൊന്നുമല്ല. ഇത് വേറെ ഒരു ഇതായിട്ടാ. രണ്ടും രണ്ടാണ്. ശോഭനയുടെ അഭിനയം അത് വേറൊരു ആണ് അല്ലേ? ഇയാൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്തത്? ആണ്. ഇയാൾക്ക് എങ്ങനെയാ തോന്നി? എങ്ങനെയാണ് അത് വ്യത്യാസം എന്ന് പറയാമോ? ഈ മണിച്ചിത്രത്താഴിനകത്ത് ശോഭനയ്ക്ക് നോർമലായിട്ടുള്ളൊരു ക്യാരക്ടറും മറ്റേ നാഗവല്ലി കയറുന്ന രണ്ടും രണ്ടായിട്ടാ. ചില സമയത്ത് നാഗവല്ലിയാവും, ചില സമയത്ത് ഇതാകും. ഇതിനകത്ത് അവൾ ഒറ്റ ക്യാരക്ടറാണ് നീലി അല്ലേ? ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി നല്ലവരാന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആവശ്യം ഇതിനെ അടി ഫൈറ്റ് വരാൻ നേരം നീലിയുടെ ക്യാരക്ടറാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരും തമ്മിൽ യാതൊരു തോന്നിയില്ല. ഇത് ഇപ്പോഴത്തെ ജനറേഷനിൽ അടിപൊളിയാ. അത് വിന്റേജ്, അത് ഒരിക്കലും മടുക്കത്തില്ലല്ലോ. ഇല്ല, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ അങ്ങനെ ഒരു ഇതും അടിപൊളിയാ അന്നത്തെ കാലത്ത്. അത് പക്ഷെ ഒരിക്കലും മടുക്കത്തില്ല, വിന്റേജ് ആയത്. അപ്പൊ ഗംഗയെ വെല്ലുന്നതാണോ ഇപ്പോഴത്തെ നീലി? ഇത് കൊള്ളാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇത് അടിപൊളി ആണല്ലോ. എനിക്ക് രണ്ടും രണ്ടായിട്ടാണ് തോന്നുന്നത്. ഇത് വേറെ, അത് വേറെ. ഒരിക്കലും ഒരു ഇതുമായിട്ട് തോന്നുന്നില്ല, ഒരു ബന്ധവും ഇല്ല ഇവർ തമ്മിലുള്ള. യക്ഷിക്കഥ, ഒരു യക്ഷിക്കഥ കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യക്ഷി, കല്യാങ്കാട്ട് നീലി, ഇതില് നാഗവല്ലി, അത് തന്നെ. ഇതില് നാഗവല്ലി, മറ്റേല് കല്യാങ്കാട്ട് നീലി. അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പടം എങ്ങനെ? പടം അടിപൊളി, സൂപ്പറാണ്. ഇപ്പൊ തന്നെ 202 crore കളക്ട് ചെയ്തു. 13 ദിവസം കൊണ്ട് 202 crore കളക്ട് ചെയ്തു ലോക. ഇപ്പോഴത്തെ ജനറേഷന് കാണാൻ പറ്റുന്ന സിനിമ. അതെ അല്ലേ? ഒരു കോമിക് ബുക്ക് ഹീറോയുടെ സിനിമ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഫീമെയിൽ ഹീറോ വരുന്നത്.